ഒരിടവേളയ്ക്ക് ശേഷം കത്തോലിക്ക സഭയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വീണ്ടും നേർക്കുനേർ വരികയാണ്. സീറോ മലബാർ സഭയുടെ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയെ അവസരവാദി എന്ന് CPM സംസ്ഥാന സെക്രട്ടറി വിളിച്ചതാണ് പുതിയ വിവാദത്തിന് കാരണം. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ പാംപ്ലാനി BJPക്കെതിരെ പറഞ്ഞു. ജാമ്യം കിട്ടിയപ്പോൾ അമിത്ഷാ ഉൾപ്പെടെയുള്ളവർക്ക് സ്തുതിയും. അച്ഛന്മാർ കേക്കും കൊണ്ട് സോപ്പിടാൻ പോയതിന് പിന്നാലെ ഒഡീഷയിൽ മർദ്ദനമേറ്റു. ഇതോടെ വീണ്ടും നിലപാട് മാറ്റി. ഇതെല്ലാം അവസരവാദ നിലപാടുകളാണ്. ഇതായിരുന്നു MV ഗോവിന്ദൻ്റെ വിവാദ പ്രസ്താവന. NGO യൂണിയൻ തളിപ്പറമ്പ് ഏരിയ സെൻട്രൽ ഉദ്ഘാടന വേളയിലാണ് മെത്രാനെതിരെ വിവാദ പരാമർശം പാർട്ടി സെക്രട്ടറി നടത്തിയത്. MV ഗോവിന്ദൻ്റെ ആരോപണങ്ങൾക്കെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് സഭാ നേതൃത്വം പ്രതികരിച്ചത്. MV ഗോവിന്ദൻ്റേത് വീണ്ടുവിചാരമില്ലാത്ത പ്രസ്താവനയാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവീൽ കുറ്റപ്പെടുത്തി. കോടിയേരി ബാലകൃഷ്ണനൊക്കെ ഇരുന്ന പദവിയിലാണ് ഇരിക്കുന്നതെന്ന് മറക്കരുത്. പ്രസ്താവന തിരുത്തണോ എന്ന് അദ്ദേഹം തീരുമാനിക്കട്ടെ. മൂന്നാം പിണറായി സർക്കാർ വരണോ എന്ന് അവർ ആലോചിക്കണം. പാർട്ടി സെക്രട്ടറിയെ മുഖ്യമന്ത്രി തന്നെ നേരത്തെ ശാസിച്ചു. ഗോവിന്ദ മാസ്റ്റർ ഗോവിന്ദ ചാമിയെപ്പോലെ സംസാരിക്കരുതെന്നും ഫാദർ കവിയിൽ പറഞ്ഞു. ആഗോളതലത്തിൽ കത്തോലിക്ക സഭയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും തമ്മിൽ ഏറ്റുമുട്ടൽ പതിവായിരുന്നു. ഈശ്വര നിഷേധികൾ എന്ന ചാപ്പകുത്തിയാണ് സഭ പാർട്ടിയെന്നും എതിർത്തു പോകുന്നത്. ചെകുത്താൻ കുരിശ് കാണുന്ന അവസ്ഥയിലായിരുന്നു ഇരു കൂട്ടരും തമ്മിൽ ഉണ്ടായിരുന്നത്. പല ഘട്ടങ്ങളിലും അതിൻ്റെ പേരിൽ കടുത്ത വിമർശനങ്ങൾ ഇരു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും വാരിയെറിഞ്ഞിട്ടുണ്ട്. 1957-59 ഒന്നാം EMS സർക്കാരിനെതിരായ വിമോചന സമരത്തിൽ കോൺഗ്രസിനൊപ്പം കത്തോലിക്ക സഭയും മുന്നണിയിൽ ഉണ്ടായിരുന്നു. സഭയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അക്കാലത്ത് നേർക്കുനേർ ഏറ്റുമുട്ടിയത് ചരിത്രമാണ്. വിദ്യാഭ്യാസ ബില്ലിനെ ചൊല്ലിയാണ് സഭ സർക്കാരിനെതിരെ തിരിഞ്ഞത്. കത്തോലിക്ക സഭയും NSSും ചേർന്ന് നടത്തിയ വിമോചന സമരത്തെ പള്ളിയിലച്ചൻ്റെയും പിള്ളയച്ചൻ്റെയും സമരമെന്നാണ് അക്കാലത്ത് പാർട്ടി സെക്രട്ടറിയായ MN ഗോവിന്ദൻ നായർ വിശേഷിപ്പിച്ചത്. EMS സർക്കാരിനെ 1959 ജൂലൈ 31 കേന്ദ്രം പിരിച്ചുവിട്ടതോടെയാണ് ഏറ്റുമുട്ടൽ അവസാനിച്ചത്. 1967 EMS വീണ്ടും അധികാരത്തിൽ വന്നെങ്കിലും പിന്നീട് ഏറെക്കാലം നേർക്കുനേർ ഏറ്റുമുട്ടൽ ഉണ്ടായില്ല. വിമോചന സമരത്തിന് ശേഷം രണ്ടു കൂട്ടരും കാര്യമായ വെല്ലുവിളികൾ ഒന്നുമില്ലാതെ ഭായി മട്ടിലാണ് കേരളത്തിൽ നീങ്ങിയത്. 2000-ന് ശേഷം ഇരു കൂട്ടരും തമ്മിൽ വലിയ സംഘർഷത്തിന് വഴിവെച്ചത് CPM നേതാവും തിരുവമ്പാടി MLAയുമായിരുന്ന മത്തായി ചാക്കോയുടെ മരണത്തിന് താമരശ്ശേരി മെത്രാൻ നടത്തിയ ഒരു പ്രസ്താവനയാണ്. ക്യാൻസർ ബാധിതനായി മരണാസന്നനായി കൊച്ചി ലേക്ക് ഷോർ ആശുപത്രിയിൽ കിടന്ന കാലത്ത് മത്തായി ചാക്കോ കത്തോലിക്ക വിശ്വാസപ്രകാരമുള്ള അന്ത്യകൂദാശ സ്വീകരിച്ചുവെന്ന മാർ പോൾ ചിറ്റിലപ്പള്ളി പറഞ്ഞത് വലിയ കോലാഹലമാണ് ഉണ്ടാക്കിയത്. പാർട്ടിയും സഭയും തമ്മിൽ മുൻപെങ്ങുമില്ലാത്ത വിധമുള്ള കലഹമാണ് ഈ വിഷയത്തിൽ നടന്നത്. ബിഷപ്പിന്റെ പ്രസ്താവനയ്ക്കെതിരെ അന്നത്തെ പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയൻ അതിരൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. ബിഷപ്പിന്റെ പേര് പറയാതെ ഇത്തരം പ്രസ്താവന നടത്തിയവരെ നികൃഷ്ടജീവി എന്ന് വിളിക്കേണ്ടി വരുമെന്ന് പിണറായി പരസ്യമായി പ്രസംഗിച്ചു. കള്ളം പറയില്ല എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഒരു മഹാൻ UDFന് വേണ്ടി പ്രചാരവേല നടത്തുകയാണ്. ഇങ്ങനെയുള്ളവരെ നികൃഷ്ടജീവി എന്നല്ലാതെ എന്താണ് വിളിക്കേണ്ടത് എന്നാണ് ബിഷപ്പ് മാർ പോൾ ചിറ്റിലപ്പള്ളിയെ ലക്ഷ്യം വെച്ച് പിണറായി വിജയൻ തിരുവമ്പാടിയിൽ നടന്ന മത്തായി ചാക്കോ അനുസ്മരണ പരിപാടിയിൽ പറഞ്ഞത്. ഈ പ്രസ്താവനയ്ക്കെതിരെ സഭയുടെ ഭാഗത്തു നിന്നും പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും കടുത്ത പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടും പിണറായി നിലപാട് തിരുത്തിയില്ല. ബിഷപ്പിനെതിരായ പരാമർശം എത്ര വട്ടം ആവർത്തിക്കാനും മടിയില്ലെന്ന് ആവർത്തിക്കുകയും ചെയ്തു. ഇതോടെ പിണറായിയുടെ പ്രസ്താവനയ്ക്കെതിരെ സഭ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു. മത്തായി ചാക്കോയുടെ വിവാഹം കത്തോലിക്ക വിശ്വാസപ്രകാരം പള്ളിയിൽ നടത്തുന്നതാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഇതോടെ സഭയും പുറത്തുവിട്ടു. 1992 ഓഗസ്റ്റ് 20-ന് കൊച്ചി തമ്മനം കാരണക്കോടം പള്ളിയിൽ നടന്ന വിവാഹത്തിന്റെ രേഖകൾ പരസ്യമായത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കി. മത്തായി ചാക്കോയുടെ മകന്റെ മാമോദിസയും പള്ളിയിൽ നടത്തിയതാണെന്ന് അവകാശപ്പെട്ട് രേഖകൾ സഭ പുറത്തുവിട്ടിരുന്നു. കൊണ്ടും കൊടുത്തും മുന്നേറിയ ശേഷം പിന്നീട് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തിയ കേരള യാത്രക്കാലത്ത് പഴയതെല്ലാം മറന്ന് താമരശ്ശേരി ബിഷപ്പിനെ പിണറായി നേരിൽ കണ്ടതോടെ മഞ്ഞുരുക്കമായി. പിന്നീട് മുഖ്യമന്ത്രിയായ ശേഷം പിണറായി എല്ലാ സഭകളുമായും വളരെ ഊഷ്മള ബന്ധമാണ് പുലർത്തിപ്പോന്നിരുന്നത്. 2015 ഒക്ടോബറിൽ ചങ്ങനാശ്ശേരി അതിരൂപത മുൻ ആർച്ച് ബിഷപ്പായിരുന്ന മാർ ജോസഫ് പൗവത്തിലിനെ വെളിപ്പെടുത്തൽ CPIക്ക് ക്ഷീണമായെങ്കിലും വലിയ വിവാദത്തിലേക്ക് കൊണ്ടുപോയില്ല. മുൻമന്ത്രിയും CPI നേതാവുമായിരുന്ന TV തോമസ് മരണാസന്നനായി ആശുപത്രിയിൽ കിടന്ന കാലത്ത് ചെയ്ത പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരം നടത്തിയെന്ന വെളിപ്പെടുത്തൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായി. സഭാമാസികയായ കുടുംബജ്യോതിയിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് TV തോമസിന്റെ കുമ്പസാര കഥ ബിഷപ്പ് പുറത്തുവിട്ടത്. TV തോമസ് രോഗബാധിതനായി തിരുവനന്തപുരത്ത് ആശുപത്രിയിലായ സമയം അദ്ദേഹത്തെ കാണാൻ ഞാൻ ചെന്നു. മുറിക്കുള്ളിലും പുറത്തും നിറയെ പാർട്ടിക്കാർ. അദ്ദേഹത്തോട് സ്വകാര്യമായി സംസാരിക്കാൻ കുറച്ച് സമയം എനിക്ക് ലഭിച്ചു. രോഗം ഗുരുതരമായതിനാൽ കുമ്പസാരിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തോട് അന്വേഷിച്ചു. അദ്ദേഹത്തിന് വിശ്വാസമുണ്ടായിരുന്നു എന്ന ധാരണയിലായിരുന്നു അന്വേഷണം. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം ഇതായിരുന്നു: അതെനിക്കറിയാം, സമയത്ത് ഞാനത് ചെയ്തുകൊള്ളാം എന്നായിരുന്നു. ഇതായിരുന്നു മാർ പൗവത്തിൽ എഴുതിയത്.
ടി വി തോമസിന്റെ ഭാര്യ ഗൗരിയമ്മ ഉൾപ്പെടെയുള്ള CPI CPM നേതാക്കൾ ബിഷപ്പിന്റെ പ്രസ്താവനയെ തള്ളിക്കളഞ്ഞു. പക്ഷേ വലിയൊരു ഏറ്റുമുട്ടലിലേക്ക് ഈ വാദം പോയില്ല. എന്നാൽ മാർ പാമ്പ്ലാനിക്കെതിരായ MV ഗോവിന്ദന്റെ പ്രസ്താവന തെരഞ്ഞെടുപ്പുകൾ പടിക്കലെത്തി നിൽക്കെ എന്ത് പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടതുണ്ട്. ഇപ്പോൾ പുതിയ പുതിയ വിശ്വാസ പ്രസ്താവനകളും വിവാദങ്ങളിലേക്കും പാർട്ടി നേതാക്കൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജോൽസിനെ കണ്ടെന്നും കണ്ടില്ലെന്നും മാറണമെന്നും മാറ്റണമെന്നുമല്ല എല്ലാ പ്രസ്താവനകളും നടന്നുവരുന്നു. യഥാർത്ഥത്തിൽ CPM കമ്മ്യൂണിസ്റ്റ് തത്വങ്ങളെ മറന്നുകൊണ്ടുള്ള മുന്നോട്ടു പോക്കാണോ എന്ന് പാർട്ടി പ്രവർത്തകർ തന്നെ ചോദിക്കുന്നു. പാർട്ടി ക്ലാസുകളിൽ നേതാക്കന്മാർ വിളമ്പിയത് ഇവർ എപ്പാടെ വിഴുങ്ങുകയാണോ എന്നുള്ള ചോദ്യവും ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും കളം ഒരുങ്ങി നിൽക്കെ വലിയ തോതിലുള്ള വാദപ്രതിവാദങ്ങൾക്ക് സഭയുമായി CPM നിന്നാൽ വരാൻ പോകുന്നത് വലിയ ക്ഷീണമായിരിക്കും എന്നാണ് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്.